നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ആറ്റുകാൽ സ്വദേശിയായ യുവാവും വർക്കല സ്വദേശിനി ആരതിയും തമ്മിലുള്ള വിവാഹം നടന്നത് 1.5 വർഷം മുൻപാണ്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇരുവരും തമ്മിൽ എപ്പോഴും വീട്ടിൽ വഴക്കായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം കേട്ടത് ഈ യുവതിയുടെ മരണവാർത്തയാണ്. ഭർത്താവിൻ്റെ വീട്ടിലാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവിൻ്റെ പീഡനത്തെ തുടർന്ന് യുവതി ജീവനൊടുക്കിയെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു. ശരീരമാകെ മർദ്ദനമേറ്റ പാടുകളുണ്ട്. ശാരീരിക പീഡനത്തിന്റെ തെളിവായി ആരതി അയച്ച ഫോട്ടോകൾ ന്യൂസ് 18 ലഭിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഈ നാട്ടുകാരും ബന്ധുക്കളും പറയുന്നതനുസരിച്ച് സ്ഥിരമായി ഇവരുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ആരതിയും ഭർത്താവും തമ്മിൽ വഴക്ക് പതിവായിരുന്നു. ഈ പുറത്തു വന്ന ന്യൂസ് 18 ലഭിച്ച ഫോട്ടോകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും ഈ യുവതി ക്രൂരമായ ഭർത്തൃപീഡനം വീട്ടിൽ വെച്ച് അനുഭവിച്ചിട്ടുണ്ട് എന്ന്. ഇതിൻ്റെ മനോവിഷമത്തിലായിരിക്കുമോ ആത്മഹത്യ ചെയ്തത്? ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് പ്രാഥമികമായ ചില വിവരങ്ങൾ മാത്രമാണ് പോലീസിൻ്റെയും ബന്ധുക്കളുടെയും അടുത്ത് നിന്ന്, അതായത് ഈ ആരതിയുടെ ബന്ധുക്കളുടെയും അടുത്ത് നിന്ന് ലഭിക്കുന്നത്. അതനുസരിച്ച് കഴിഞ്ഞ 1.5 വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിയുന്നത്. ബാങ്കിലെ ഒരു മാനേജറാണ് എന്ന് പരിചയപ്പെടുത്തിയാണ് ഈ യുവതിയെ വിവാഹം ആലോചിക്കുന്നത് അതുൽ എന്ന യുവാവ്. പക്ഷേ വിവാഹം ഏതാണ്ട് ഉറപ്പിച്ച് വിവാഹത്തോട് തൊട്ടടുത്ത ദിവസങ്ങളിൽ മാത്രമാണ് ഇത് ബാങ്കിലെ ഒരു ലോൺ സെക്ഷനിലെ ജീവനക്കാരൻ മാത്രമാണ് ഇയാളെന്ന കാര്യം ബന്ധുക്കൾ അറിയുന്നത്. പക്ഷേ അപ്പോഴത്തേക്കും ഏതാണ്ട് 1 മാസത്തിനുള്ളിൽ തിടുക്കത്തിൽ വിവാഹം നടത്തണമെന്ന ഒരാവശ്യം ഈ യുവാവും അദ്ദേഹത്തിൻ്റെ കുടുംബവും മുമ്പോട്ട് വെച്ചതിനെ തുടർന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ വിവാഹം നടത്തി കൊടുക്കുകയായിരുന്നു. അങ്ങനെ 50 പവൻ സ്വർണം ഈ യുവതിയുടെ അച്ഛൻ അവർക്ക് സ്ത്രീധനമായി കൊടുക്കുന്നു. അങ്ങനെ ഈ 50 പവൻ സ്വർണം സ്ത്രീധനമായി കൊടുത്ത് വിവാഹം കഴിഞ്ഞ് തൊട്ട് അടുത്ത സമയങ്ങളിൽ തന്നെ ഈ സാമ്പത്തികമായ ആവശ്യങ്ങൾ വന്നതിനെ തുടർന്ന് ഈ സ്വർണത്തിൽ നിന്നെടുത്ത് വിൽക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആദ്യം വിൽക്കുന്നു. അപ്പോൾ പിന്നീട് അത് ചോദിച്ചു കഴിയുമ്പോൾ വീണ്ടും മറ്റ് ആവശ്യങ്ങൾ ഉയർന്നു വരുന്നു. അങ്ങനെ ഈ 50 പവൻ സ്വർണത്തിൽ ഏറെക്കുറെ മുഴുവനും ഈ അതുൽ എന്ന യുവതിയുടെ ഭർത്താവും കുടുംബാംഗങ്ങളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുവെന്നാണ് ഈ യുവതിയുടെ കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 27 വയസ്സുകാരിയായ ആരതിക്ക് ഭർത്താവിൽ നിന്ന് ഇങ്ങനെ തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന കാര്യം ആരതിയുടെ അമ്മയെ സമയാസമയങ്ങളിൽ ഈ യുവതി അറിയിച്ചുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ ഇത് പുറത്തറിഞ്ഞാൽ ഉണ്ടാകുന്ന നാണക്കേട് മൂലം അമ്മ അത് ആരോടും പറയണ്ട എന്ന് പറഞ്ഞു എന്നാണ് ഇപ്പോൾ ഈ ബന്ധുക്കളടക്കം പോലീസിന് പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴി. അതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ, അതായത് ഈ ശരീരത്തിൽ മുറിവേൽപ്പിച്ച കഴുത്തിന് താഴെയും അതോടൊപ്പം കൈകളിലും കാലുകളിലുമൊക്കെ മുറിവേൽപ്പിച്ച ചിത്രങ്ങൾ കൂടി ഈ യുവതി അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് മണിക്കൂറുകൾ നീണ്ട ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ശരീരത്തിൽ ചില പാടുകൾ അസ്വാഭാവികമായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്ന സൂചന. അതിൽ വിശദമായ പരിശോധനകൾ വേണ്ടിവരും. അതോടൊപ്പം ഇന്നലെ വൈകുന്നേരം 6:30യോടെയാണ് ഈ പരിസരവാസികളൊക്കെ ഇങ്ങനൊരു കാര്യം ഉണ്ടായി എന്ന കാര്യം അറിയുന്നത്. കാരണം അയൽവാസികളുമായി അങ്ങനെ അവർ വളരെ അടുത്തൊരു സൗഹൃദം ഉണ്ടായിരുന്നില്ല. കാണുമ്പോൾ ചിരിച്ചു കാണിക്കുന്നതിനപ്പുറത്തേക്ക് അധികമൊന്നും സംസാരിക്കാറ് പോലും ഇല്ലായിരുന്നു. ഈ യുവതിയുടെ പേര് ആരതി എന്നാണ് എന്ന കാര്യം ഈ സംഭവം ഉണ്ടായതിനു ശേഷമാണ് അറിഞ്ഞത് എന്നാണ് അയൽവാസിയായ ഒരു യുവതി ഇന്ന് നമ്മളോടും പ്രതികരിച്ചത്. അത്തരത്തിലൊരു വ്യക്തിബന്ധം അയൽവാസികളുമായിട്ടൊന്നും ഈ ആരതിക്കോ അവരുടെ ഭർത്താവിനോ ഉണ്ടായിരുന്നില്ല. ഒരു 6-7 മാസമായി ആറ്റുകാലിനടുത്ത് ഒരു വാടക വീട്ടിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ യുവതിയും ഭർത്താവും ഒരു വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. യുവതി PSC പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഫോർട്ട് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരതിയുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട് അവർ പോലീസിനും നമുക്കുമൊക്കെ കൈമാറിയിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഒരു വിശദീകരണം. അതിനപ്പുറത്തേക്ക് ഈ യുവതിയുടെ ഭർത്താവ് ഏത് തരത്തിലുള്ള എന്തായാലും ഈ ആരതിയുടെ കുടുംബം എന്താണ് പറയുന്നത് കൂടി അറിയണം. കാരണം വലിയൊരു ചതി നേരിട്ടൊരു കുടുംബമാണ്.
50 പവനോളം സ്വർണം സ്ത്രീധനമായി നൽകി. ഈ യുവാവ് ബാങ്കിലെ ജീവനക്കാരനാണെന്ന് വ്യാജേന തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഈ വിവാഹം നടത്തിയത്. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ മകളെ വിവാഹം കഴിപ്പിച്ചയച്ച കുടുംബത്തിന് പിന്നീട് കേൾക്കേണ്ടി വന്നത് ദുരന്ത വാർത്തകളാണ്. കാരണം മകൾ ഭർത്തൃവീട്ടിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയെന്നറിഞ്ഞപ്പോഴും അവളെ ഒരുപക്ഷെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കുടുംബം പോയി കാണാം. കാരണം ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. ഇങ്ങനൊരു വിവാഹ തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ആ കുടുംബം ആ മകളെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഈ വലിയൊരു ദുരന്തം ഒഴിവാകാമായിരുന്നു. എന്തായാലും ഇവിടെ ഈ ഭർത്താവിനെ മാത്രമാണോ, അയാൾക്കെതിരെ മാത്രമാണോ പോലീസ് കേസെടുത്തിരിക്കുന്നത് അറിയണം. ഇയാളുടെ കുടുംബവും ഇതിൽ കുറ്റക്കാരാണ്, യുവതിയുടെ മരണത്തിന് ഉത്തരവാദികളാണ്. എന്തായാലും ആ കുടുംബത്തിൻ്റെ പ്രതികരണത്തിലേക്ക്. കുട്ടിയുടെ അച്ഛൻ്റെ ജ്യേഷ്ഠനാണ്. ഇങ്ങനൊരു ബുദ്ധിമുട്ട് നേരിട്ട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ? ഞങ്ങളുടെ അടുത്തും ഒരു കാര്യവും പറയാറില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയുന്നത് അമ്മയുടെ അടുത്താണ്. അമ്മയുടെ അടുത്ത് പറയുമ്പോഴും പകുതി കാര്യങ്ങളെ പറയുള്ളൂ. കല്യാണം കഴിഞ്ഞ് 1.5 വർഷമായി. ഈ 1.5 വർഷത്തിനിടയിൽ 3 മാസം കഴിയുമ്പോൾ തൊട്ട് ഈ സ്വർണത്തിൻ്റെ അടുത്ത് പണയം വെപ്പും ആർപ്പാട ജീവിതമായിട്ട് നടക്കുകയാണ്. ഇവൻ്റെ അച്ഛനും അമ്മയും ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയാണ്. ഇവർ 2 ആൺപിള്ളേരാണ്. ഇളവനെ പഠിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം എല്ലാം ഇവൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു അനിയനുണ്ടായിരുന്നു കല്യാണം കഴിക്കുന്ന സമയത്ത്. അവൻ്റെ ചിലവ് നോക്കുന്നവനാണ്. അപ്പം സാമ്പത്തികം ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ഇത് എടുത്ത് പണയം വെപ്പ് തന്ത തുടങ്ങി. തന്തയും വയ്ക്കാൻ കൊടുക്കാത്തതിന് പീഡനം സഹിക്കാതിട്ടാണ് ഇവിടെ വാടക വീട്ടിലോട്ട് വന്നത്. ഈ വിവരങ്ങളൊന്നും ഞങ്ങളുടെ അടുത്തോ ഞങ്ങളെ അനിയത്തിയുടെ അടുത്തോ പറയാറില്ല, തള്ളയുടെ അടുത്തോ പറയാറില്ല. ഇത് കഴിഞ്ഞ് ഈ അടുത്ത സമയത്ത് 10 ലക്ഷം രൂപയ്ക്കൊരു പണയം വെച്ച് വിറ്റിട്ട് അതിനൊരു ഇലക്ട്രിക് കാറെടുത്ത്. അപ്പോഴെന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ ലോൺ ഇട്ടെടുത്താണെന്ന്. അപ്പോൾ ഇവൻ ഈ ബാങ്കിൻ്റെ മാനേജർ എന്നും പറഞ്ഞാണ് ഇവിടെ കല്യാണാലോചനയായിട്ട് വരുന്നത്. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് ഇവൻ ഒരു കല്യാണം നിശ്ചയം നടത്തിയപ്പോഴത്തേക്ക് അത് തെറ്റിപ്പോയതിൻ്റെ പേരിൽ അവന് ക്ഷയം വിചാരിച്ച് എത്രയും പെട്ടെന്ന് നടത്തണമെന്നും പറഞ്ഞ് ഒരു മാസത്തിനകം വെച്ചാണ് ഈ കല്യാണം നടത്തി കൊടുക്കും. ഈ തന്തയെ വരുത്തി തന്തയുടെ കയ്യിൽ നിന്ന് തികയാത്തോണ്ട് പെരയിടം പണയം വെച്ച് ആ പൈസയ്ക്കെല്ലാം കൂടെ 50 പവന് വിട്ടാണ് മൂത്ത കുട്ടിക്ക് 50 പവനാണ് കൊടുത്തത്. അതുപോലെ ഇളയ കുട്ടിക്ക് കൊടുക്കണമെന്ന് നിർബന്ധം പിടിച്ച് അവൻ്റെ സമ്പാദ്യം മുഴുക എടുത്തിട്ടാണ് കല്യാണം കഴിച്ചു വിടുന്നത്. ഇതിൽ ഒട്ടുമിക്കതും ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് തീർന്നു. ഈ എത്ര സ്വർണ്ണമാണ് കൊടുത്തത്? അങ്ങനെ എന്തെങ്കിലും 50 പവൻ 50 പവൻ ഇട്ട് വേണം കല്യാണം കഴിച്ചു വരുന്നത്. കല്യാണം ആർഭാടമായിട്ട് ശിവേരിയിൽ ഇത് നടത്തി നല്ല രീതിയിൽ സത്യം നടത്തി. നാട്ടുകാരെല്ലാവരും കൂടെ ഞങ്ങളെ കുറേ അനിയേട്ടന്മാരെ മക്കളും ഞങ്ങളെല്ലാം കൂടെ വർക്കലിൽ തന്നെ ഒരു നല്ലൊരു ഫാമിലിയാണ്. ഉത്തരവാദികളെല്ലാം എല്ലാവരെയും മുമ്പ് വെച്ചപ്പോൾ ഈ കൊച്ചിനെ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് കെട്ടിച്ചു കൊടുക്കുന്ന ഇങ്ങനെ ഒരു ബാങ്കിൽ മാനേജറാണെന്ന് പറയുന്നത് അവന് മാനേജറൊന്നുമല്ല, അവൻ ഈ ലോൺ സെക്ഷനിലാണ്. ഇതൊക്കെ ഇത്ര അത്യാവശ്യമായിട്ട് എന്ത് കുട്ടിക്ക് വേറെ വല്ല അഫെയറും വല്ലതും ഉണ്ടാ എന്നും പറഞ്ഞുകൊണ്ടാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നതെന്ന് പലരും വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള കുട്ടിയൊന്നുമല്ല, തന്തയ്ക്ക് സുഖമില്ലാത്തതാണ്. അവന് 2 കുട്ടികൾ ഒന്നുകൂടെ ഇത് കല്യാണം കഴിച്ചിട്ട് അവനെ സ്വസ്ഥമായിട്ട് ഗൾഫിൽ നിന്ന് തിരിച്ചു വരണം. 64 വയസ്സായി, 60 വയസ്സ് വരെ അവിടെ നിൽക്കാൻ നോക്കുള്ളൂ. ആ കമ്പനി അവനെ വീണ്ടും വിസ അടിപ്പിച്ച് ഇവൻ്റെ പ്രാരാബ്ദങ്ങൾ അറിഞ്ഞുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി അവനെ ഞങ്ങളിഞ്ഞ് വരാൻ പറഞ്ഞു. അവൻ വിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ചില ഫോട്ടോസൊക്കെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. ഈ അടിക്കുന്ന ഫോട്ടോ, പാടുകൾ നമ്മളെ ഒന്നും കാണിക്കില്ല. കാര്യം ആ ഭാഗത്തൊക്കെ എഴുതിയിരിക്കും ഈ അടയാളങ്ങൾ വരുന്നു. ഇവൻ കാണാത്ത ഭാഗത്ത് മുഖത്തൊക്കെ കാണെങ്കിലല്ലേ ഞങ്ങളെല്ലാം ശ്രദ്ധിക്കുമല്ലോ. മദ്യപാനം ഉണ്ടായിരുന്നു ഇതിനകത്ത്, അതിന് എതിർക്കുമായിരുന്നു. അതിലും പിന്നെ പ്രശ്നങ്ങളാണ്, അടിയാണ്. അപ്പം ചുരുക്കത്തിൽ എന്തെന്ന് പറഞ്ഞാൽ ഇവളെ ഏതെങ്കിലും രീതിയിൽ കുഴച്ചാലും ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളൊരു തോന്നലും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമ്മയും ബാക്കിയുള്ളവരും എല്ലാവരും ഇത് ഒളിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനെ അറിയിക്കുന്ന മോശമല്ലേ എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു കുറച്ച് ഇത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതലത്. ഇല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ അടുത്ത് പറയാൻ പറ്റൂല്ലെങ്കിൽ നമ്മൾ അടുത്ത് താമസിക്കുന്നവരടുത്തെങ്കിലും പറയണ്ടേ. ഒരു 3 ദിവസം മുന്നേ ഒരു ഉച്ചയ്ക്ക് ഇവരെങ്ങോട്ടോ പാസ് ചെയ്ത് പോയപ്പോൾ കണ്ടു, അത്രേ ഉള്ളൂ. സാധാരണ കാണുമ്പോൾ സംസാരിക്കാറുണ്ടായിരുന്നു, ചിരിക്കും, അത്രേ ഉള്ളൂ. ഇവിടെ ഒരു 7 മാസത്തോളമായി വന്നിട്ട്. അവരുടെ പേരേതാണോ വീട് ഏതെന്നോ അഡ്രസ്സ് ഏതെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. കാണുമ്പോൾ ആ ഒരു ചിരി, അത്ര മാത്രമേ ഉള്ളൂ. അവർ
പാവമാണോ എന്താണെന്ന് അറിയത്തില്ല. അവരുടെ പേര് തന്നെ ഇന്ന് രാവിലെയാണ് ഞങ്ങൾ അറിയുന്നത്. ഇവിടെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അങ്ങനെ ഇല്ല, അങ്ങനെ ഒന്നും ഞങ്ങളുടെ കേട്ടിട്ടില്ല. ഇവിടെ പ്രശ്നമുണ്ടോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഇതുവഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്. ഡെയിലി ജോലിക്ക് പോകുന്നതായാലും തിരിച്ചു വരുന്നതൊക്കെ ഈ വഴിയിട്ടാണ്. അയൽവാസികളുമായിട്ട് അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു? ഇല്ല, അതാ പറഞ്ഞ പുള്ളിക്കാരിയുടെ പേരോ അഡ്രസ്സോ ഒന്നും അറിയത്തില്ല. അതെല്ലാം ഇന്നലെ രാത്രിയാണ് ഇവരുടെ വീട് വർക്കല ആണെന്ന് അറിയുന്നത്. ഇന്നലെ രാത്രിയാണ്. ഇന്ന് രാവിലെയാണ് ആ കുട്ടിയുടെ പേരറിയുന്നത്. ഈ ഹസ്ബൻഡും അങ്ങനെ തന്നെയായിരുന്നു? ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിട്ടാണ് പോകുന്നത്. ഒറ്റയ്ക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ചിരിക്കുക, അത്രേ ഉള്ളൂ. ആരുടെ അടുത്തും അങ്ങനെ ഒരു സൗഹൃദം? എല്ലാവരുടെ അടുത്തും അങ്ങനെയാണ്. ഇവിടെ ആർക്കും അറിയത്തില്ല, പുള്ളിക്കാരിയുടെ പേര് പോലും അറിയത്തില്ല. ഇവർക്ക് എന്താ ജോലി എന്ന് അറിയത്തില്ല, എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, പുള്ളി പഠിക്കുന്നതാണോ ഒന്നും അറിയത്തില്ല. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി വീണ്ടും. ഡാൻ, ഈ ആരതിയുടെ ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് വലിയ പീഡനങ്ങൾ ഭർത്തൃ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ട്. അമ്മയോടതെല്ലാം തുറന്നു പറയുമായിരുന്നു. ഇവിടെ ഈ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമാണോ ഈ രീതിയിലുള്ളൊരു പീഡനം യുവതി കേൾക്കേണ്ടി വന്നത്? അത് ഭർത്തൃ വീട്ടുകാരും ഇതിൽ പ്രതികളാണോ? നിലവിൽ ആർക്കെതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്? ഈ സംഭവം ഉണ്ടായിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് നടപടികൾ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ പോലീസിനെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അത് നമുക്ക് കൃത്യമായി അത്തരം വിവരങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ച് പങ്കുവെക്കാൻ കഴിയില്ല. കാരണം ഈ യുവാവിനെയും ഇയാളുടെ കുടുംബാംഗങ്ങളെയുമൊക്കെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പെരുമാറ്റം ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഈ യുവതിയോട് ഉണ്ടായിട്ടുണ്ടോ, ആരതിയോട് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊരു വ്യക്തത കൈവരികയുള്ളൂ. എന്തായാലും ഈ 1.5 വർഷത്തിനിടയിൽ ഈ ഭർത്താവായ അതുലിൻ്റെ ഭാഗത്ത് നിന്ന് ആരതിക്ക് വലിയ ശാരീരിക മർദ്ദനങ്ങൾ ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഈ ചിത്രങ്ങൾ സഹിതം ഈ ആരതിയുടെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിരുന്നുവെന്ന് ആരതിയുടെ ബന്ധുക്കൾ തന്നെ, അച്ഛൻ്റെ സഹോദരനടക്കമാണ് നമ്മളോട് സംസാരിച്ചത്. അവർ ആ കാര്യം ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ കുടുംബാംഗങ്ങളും അതിൽ പങ്കാളികളായിരുന്നോ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കും സമാനമായ തരത്തിൽ ഈ പീഡനത്തിൽ പങ്കുണ്ടോ, അവരെ മാനസികമായി പീഡിപ്പിച്ചതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്നതോടെ ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനം ഇന്നലെ ഏറ്റിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം ഒരു വ്യക്തത വരും. ശരീരത്തിൽ കണ്ട ചില പാടുകൾ, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിനിടെ ആരതിയുടെ ശരീരത്തിൽ കണ്ട ചില പാടുകൾ അസ്വാഭാവികത ഉണ്ടാക്കുന്നതാണ് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ ഇന്നലെയും സമാനമായ തരത്തിൽ മർദ്ദനം ഏറ്റിട്ടുണ്ടോ എന്ന കാര്യം അവർ വിശദമായി പരിശോധിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുമ്പോൾ അതിൽ ഒരു വ്യക്തത കൈവരും. അതിനുശേഷം ഈ ഭർത്താവിനെ വീണ്ടും ചോദ്യം ചെയ്യലായി ഫോർട്ട് പോലീസ് വിളിച്ചു വരുത്തും. അതിന് ശേഷം നടക്കേണ്ട വിശദമായ ചോദ്യം ചെയ്യലായിരിക്കും ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിൽ ഒരു വ്യക്തത കൈവരികയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. യെസ്, വ്യക്തമാണ്. എന്തായാലും ഡാൻ സൂചിപ്പിച്ചതുപോലെ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുകയാണ്. ഈ യുവതി ഏതൊക്കെ രീതിയിലാണ് ചൂഷണത്തിന് ഇരയായിട്ടുള്ളത്, ഭർത്താവിന് മാത്രമാണ് ഇതിൽ പങ്കുള്ളത്, അതോ ഭർത്തൃ വീട്ടുകാർക്കും പങ്കുണ്ടോ? വലിയൊരു വിവാഹ തട്ടിപ്പ് തന്നെ നടന്നിരുന്നു. അതിനുശേഷം ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. ഭർത്താവ് പലപ്പോഴും ക്രൂരമായി യുവതിയെ, ആരതിയെ മർദ്ദിച്ചിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളടക്കം, ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം യുവതി തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ ഇത് നാണക്കേട് കാരണം പുറത്തു പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ ഈ ഭർത്തൃ പീഡനത്തിൽ മനംനൊന്ത് യുവതി ജീവനൊടുക്കുകയായിരുന്നു. ഇനി കാസർഗോഡ് നിന്നുള്ളൊരു വാർത്തയിലേക്കാണ്. ഉറ്റവരും, അതായത് 2 ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടായിട്ടും 64-കാരൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ. മൃതദേഹത്തിന് ചിതയൊരുക്കിയത് ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഫാന ഇക്ബാൽ. മീഞ്ച പഞ്ചായത്ത് സ്വദേശിയായിട്ടുള്ള നാരായണൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ എത്താത്തതിനെ തുടർന്നാണ് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഉപ്പളയിലെ ഷെയ്ഖ് സായിദ് വൃദ്ധമന്ദിരം സ്ഥാപകയും ജില്ലാ പഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ഇർഫാന മൃതദേഹം സംസ്കരിക്കാൻ രംഗത്ത് വന്നത്. മകളുടെ സ്ഥാനത്ത് നിന്ന് ഹൈന്ദവ ആചാരപ്രകാരം ഇർഫാന ഇക്ബാൽ ചിതയ്ക്ക് തീ കൊളുത്തി അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. മനുഷ്യത്വപരമായ ഇവരുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയത്. ആദ്യമായിട്ട് ചീരപ്പാലയിൽ നിന്ന് നമുക്ക് ഫോൺ കോൾ വന്നു ഷെരീഫ് മെമ്പറിന്റെ.
എന്നിട്ട് നാരായണൻ പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെയുണ്ട്, ആരും നോക്കാൻ ആൾക്കാരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് സയ്യിദ് ട്രസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഏറ്റെടുക്കാമെന്നാണ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായത്. ആ സമയത്ത് അവർ അത്ര ഒരു കണ്ടീഷനിലല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ കളക്ടറെ വിളിച്ച് സംസാരിച്ച് അവിടെ നിന്നാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. പെരിയത്തേക്കാണ് ആദ്യം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത്. ഇന്ന് പെരിയത്തിന് അവർ റെഫർ ചെയ്തിട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ചികിത്സയിലായിരുന്നു. ക്യാൻസർ ബാധിതരായി 4th സ്റ്റേജ് ആയിരുന്നു. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ ബന്ധുക്കളടുത്ത് നമ്മൾ പറഞ്ഞ സമയത്ത് ഇൻഫോർമേഷൻ കൊടുത്തു. എന്നാലും അവർ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല, ബോഡി ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ തന്നെ നമ്മളിന്ന് ഏറ്റെടുത്തു. ഇന്ന് ബോഡി അടക്കം ചെയ്തു. കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ബൈജു. ഇർഫാനെ പോലുള്ള നന്മ മരങ്ങളെ നമ്മുടെ നാട് ആദരിക്കണം, അംഗീകരിക്കണം. ഇതുപോലുള്ള ജനപ്രതിനിധികളാണ് ഈ നാടിന് ആവശ്യം. ഇർഫാനയുടെ ഈ മനുഷ്യത്വപരമായ പ്രവൃത്തി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പ്രശംസ പിടിച്ചു പറ്റുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം ഈ നാരായണൻ നേരിട്ട ഈ ദുരിത ജീവിതത്തെക്കുറിച്ച് കൂടി നമ്മൾ പറയേണ്ടതുണ്ടല്ലോ. കാരണം 2 ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, ഉറ്റവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ 64-ാം വയസ്സിൽ രോഗബാധിതനായി കടന്നപ്പോൾ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മരണശേഷവും മൃതദേഹം ഏറ്റുവാങ്ങാൻ ആരും വന്നില്ല. അത്രയ്ക്കും മനുഷ്യത്വമില്ലാത്ത ഒരു കൂട്ടം ആളുകളും ഈ സമൂഹത്തിലുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇർഫാന ഏത് സാഹചര്യത്തിലാണ് ഇർഫാന ആ മൃതദേഹം ഏറ്റുവാങ്ങാൻ രംഗത്ത് വന്നത്? ടോമെ, ഇർഫാന ഇക്ബാലിനെ പോലുള്ള നല്ല മനസ്സിനുടമയായവർ ഇന്നും ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിനപ്പുറം ഒരു മനുഷ്യത്വം മരവിച്ച ഒരു കൂട്ടർ, അതായത് 2 ഭാര്യമാര്, അതുപോലെ തന്നെ മക്കള്, സഹോദരങ്ങൾ, ഇങ്ങനെയൊക്കെ ഉറ്റവരും മുടിയവരും ഒക്കെ ഉണ്ടായിട്ടും ഒരാളെ മരണത്തിന് തള്ളിവിടുകയും അവസാനം അത് മരണപ്പെട്ടപ്പോൾ ആ മൃതദേഹം പോലും ഏറ്റുവാങ്ങാൻ തയ്യാറാകാത്ത മനുഷ്യത്വം മരവിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ലജ്ജാകരമാണ്. പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്കാരം അത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തിലാണ് ഇത് നടക്കുന്നതെന്ന് ഓർക്കണം. എന്നാലും ഈ സംഭവം നടക്കുന്നത് 1 മാസം മുൻപാണ്. ഇങ്ങനെ കടവരാന്തിയിൽ പട്ടിണി കിടന്ന് മൃതപ്രായനായ ഈ ഒരു നാരായണൻ എന്ന് പറയുന്ന മീഞ്ച പഞ്ചായത്തിലെ ആണ് ഇയാളുടെ വീട്. ഇങ്ങനെ കിടക്കുന്നത് കണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് അംഗം ഷെരീഫയാണ് ജില്ലാ പഞ്ചായത്ത് അംഗമായ ഇർഫാന ഇക്ബാലിനോട് ഈ വിവരം പറയുന്നത്. അങ്ങനെ അത് കലക്ടറെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും വിവരമറിയിക്കുന്നു. അങ്ങനെ വിവരമറിയിച്ചപ്പോൾ ഈ ബന്ധുക്കൾ ആരും തന്നെ ഇയാളെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഇയാളുടെ വായിൽ ക്യാൻസർ ആയിരുന്നു, ഇയാൾ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇവർ കൊണ്ടുപോയി ഇദ്ദേഹത്തെ കുളിപ്പിച്ച് നല്ലൊരു ചികിത്സ നൽകാൻ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഇയാളുടെ ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്നാണ് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇർഫാൻ ഇക്ബാലിന്റെ നേതൃത്വത്തിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ നിന്നും കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം നാരായണൻ മരണപ്പെടുന്നത്. മരണപ്പെട്ടതിന് ശേഷം ഈ ബന്ധുക്കളോട് വിവരം അറിയിക്കുകയും, അതായത് 2 ഭാര്യമാരും അതുപോലെ തന്നെ മക്കളും സഹോദരങ്ങളും ഒക്കെയുള്ള ഒരാളാണ് എന്ന് ഓർക്കണം. 64 വയസ്സുമാണ് ഇയാൾക്ക് പ്രായം. അങ്ങനെ ബന്ധുക്കളുടെ വിവരം പറഞ്ഞപ്പോൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറായില്ല. അതായത് അന്ത്യകർമ്മം ചെയ്യാൻ പോലും തയ്യാറാകാത്ത മനുഷ്യത്വം മരവിച്ച ഒരു കൂട്ടർ, ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോഴും നമ്മളുടെ ഇടയിൽ ഉണ്ട് എന്നതാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. ഒടുവിൽ ഈ ബന്ധുക്കൾ സമ്മതപത്രം നൽകുന്നു. അതായത് ഇർഫാന ഇക്ബാലിന് സമ്മതപത്രം നൽകുന്നു. ഈ മൃതദേഹം നിങ്ങൾക്ക് ഏറ്റുവാങ്ങാം, അന്ത്യകർമ്മം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമ്മതപത്രം കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോവുകയും അവിടെ നിന്നും പ്രത്യേക ആംബുലൻസ് ആക്കി ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരികയും ഈ ഇർഫാന ഇക്ബാൽ ഹൈന്ദവ ആചാരപ്രകാരം മകളുടെ സ്ഥാനത്ത് നിന്നാണ് ഈ നാരായണന്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്നത്, അങ്ങനെ മൃതദേഹം സംസ്കരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഇർഫാൻ ഇക്ബാലിന്റെ പ്രവൃത്തി വലിയ കയ്യടി നേടുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ. അപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ടത്, ഇങ്ങനെ പ്രായമാകുമ്പോൾ നമ്മൾ പല വാർത്തകളും ഇത്തരത്തിൽ കണ്ടതാണ്. വൃദ്ധമന്ദിരത്തിലൊക്കെ മാതാപിതാക്കളെ തള്ളുന്ന ആളുകളെ നമ്മൾ കണ്ടതാണ്. ഒരു മനുഷ്യൻ, അതും സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം പോലും സംസ്കരിക്കാൻ തയ്യാറാകാത്ത ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ലജ്ജാകരമാണ്. എന്തായാലും ഈ സംഭവത്തിൽ ഇവർക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുമ്പോഴും ഇർഫാന ഇക്ബാൽ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം, വനിതാ ലീഗ് നേതാവാണ്. അവർക്ക് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ കയ്യടി നേടുന്നു. ഏതായാലും ഇതിന്റെ രാഷ്ട്രീയ വശത്തിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് രാഷ്ട്രീയ വശങ്ങളുണ്ട്. ഏതായാലും ജാതിയുടെയും മതത്തിന്റെയും എല്ലാം അപ്പുറം ഈ സ്നേഹങ്ങൾ, ഇത്തരത്തിലുള്ള
നന്മ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും മുന്നോട്ട് വരുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇത് മഞ്ചേശ്വരം താലൂക്കിലെ മീഞ്ച പഞ്ചായത്തിലെ നാരായണൻ എന്ന് പറയുന്ന ആളുടെ ഒരു ദുരവസ്ഥയാണ്. ഇദ്ദേഹത്തിന്റെ മരണപ്പെട്ടപ്പോഴും ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരവസ്ഥ. ഉറ്റവരുണ്ട്, ഉടയവരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. ഒടുവിൽ ഇങ്ങനെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്, ഒരു ജനപ്രതിനിധിക്ക് ഈ മൃതദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതും ബന്ധുക്കൾ സമ്മതപത്രം നൽകുന്നു. ആ സമ്മതപത്രം നൽകിയതിനെ തുടർന്ന് ഈ മൃതദേഹം അവർ ഏറ്റുവാങ്ങുന്നു. പിന്നീട് അവർ തന്നെ അത് കൊണ്ടുപോയി ഹൈന്ദവ ആചാരപ്രകാരം, നമുക്കറിയാം ഈ ജാതിയുടെ മതത്തിന്റെ പേരിലൊക്കെ വലിയ തോതിൽ നമ്മുടെ നാട്ടിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും, നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ അവിടെ രക്ഷയ്ക്കോ അങ്ങനെയൊന്നും ഇത്തരത്തിലുള്ള ആളുകളോ ഒന്നും എത്താറില്ല എന്നതിന്റെ ഒരു ഉദാഹരണം കൂടി ഇത് മാറുന്നു. ഏതായാലും ഹൈന്ദവ ആചാരപ്രകാരം തന്നെയാണ് നാരായണന്റെ മൃതദേഹം സംസ്കരിച്ചത്. അവർ ഒരു കുറവും വരുത്താതെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ആ ചിതയ്ക്ക് മകളുടെ സ്ഥാനത്ത് നിന്ന് ഷെരീഫ ഇക്ബാൽ തീ കൊളുത്തി അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും ഇങ്ങനെയൊരു സംഭവമാണ് മഞ്ചേശ്വരം താലൂക്കിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങേറ്റം മാതൃകാപരമായ നടപടിയാണ് ഈ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ബൈജു, ഈ കുടുംബത്തിന്റെ ഒരു പ്രതികരണമോ വിശദീകരണമോ പുറത്തു വന്നിട്ടുണ്ടോ? കാരണം എന്തെങ്കിലും കുടുംബ പ്രശ്നം ഈ അച്ഛനുമായി ഇവർക്കുണ്ടായിരുന്നോ? അതോ രോഗബാധിതനായതുകൊണ്ട് നോക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇതിൻ്റെതായ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി സാമ്പത്തിക ചെലവൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ എവിടെയും ജന്മം നൽകിയ ഒരച്ഛൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും മക്കൾ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അത് അങ്ങേറ്റം സങ്കടകരമാണ്, മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടിയാണ്. കുടുംബത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ? ടോമെ, അത്തരത്തിലൊരു പ്രതികരണവും കുടുംബത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ക്യാൻസർ ബാധിതനയുടെ ഇദ്ദേഹത്തിന്റെ വായിലാണ് ക്യാൻസർ ബാധിതനായ ഒരാളെ ഇത്തരത്തിൽ അവർ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. പിന്നീട് ഇയാൾ ഒരു കടവരാന്തയിലാണ് ഇങ്ങനെ കഴിഞ്ഞുകൂടിയത്. ആ കടവരാന്തയിൽ കഴിഞ്ഞ് ഇയാൾക്ക് ഭക്ഷണം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് ഇയാൾ അവശ നിലയിലാവുകയായിരുന്നു. ഒരു മാസത്തോളം ഇത്തരത്തിൽ കടവരാന്തയിൽ കിടന്നത്. പിന്നീട് ഒരു പഞ്ചായത്ത് അംഗമാണ്, ജില്ലാ പഞ്ചായത്ത് അംഗത്തെ വിളിച്ച് പറയുന്നത് ഇത്തരത്തിൽ ഒരാള് നാരായണൻ എന്ന് പറഞ്ഞ ആൾ ഈ ഒരു അവസ്ഥയിൽ ഉണ്ട് എന്നത്. അങ്ങനെ അത് ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ കൂടി ഇടപെടലിലാണ് ഇർഫാന ഇങ്ങനെ ഈ ഒരു മൃതദേഹം, അല്ലെങ്കിൽ ഇയാളെ ചികിത്സയ്ക്കായി ആദ്യം കൊണ്ടുപോകുന്നത്. ചികിത്സ ഇയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും നടത്തി. ഇവർക്ക് 50ഓളം ഇത്തരത്തിൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്ന കേന്ദ്രം ഇവർക്കുണ്ട്. അങ്ങനെ മനുഷ്യത്വപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഈ ജനപ്രതിനിധി എന്നതുകൊണ്ട് തന്നെ അവർ ഒരു മടിയും കൂടാതെ അവരുടെ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഈ ഇദ്ദേഹത്തെ കുളിപ്പിച്ച് സാധാരണ ഒരു മനുഷ്യരാക്കി പിന്നീട് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഒരു മാസത്തോളം ഇദ്ദേഹം ചികിത്സയിലുണ്ടായി. അത് ഇങ്ങനെ കോഴിക്കോട് ആയിരുന്നു ഇദ്ദേഹം ചികിത്സയിലുണ്ടായത്. അതിനുശേഷം അവിടെ നിന്നാണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അവിടുന്ന് മരണപ്പെട്ടതിന് ശേഷവും ഈ ബന്ധുക്കളെ ഇവർ ബന്ധപ്പെട്ടപ്പോൾ ഒരു തരത്തിലും അവർ ആ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇർഫാന ഇക്ബാലിന് ഒരു സമ്മതപത്രം കൊടുക്കാൻ അവർ തയ്യാറാകുന്നു. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർക്ക് വിട്ടുകൊടുക്കുന്നു. എന്താണ് ഒരു മാനസികാവസ്ഥ ഇതിന്റെ പിന്നിലെന്ന് അറിയില്ല. ഏതായാലും ഇർഫാന ഇക്ബാലിന് ഇതിലൊരു വിവാദം ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് അവർ കടന്നില്ല. ആരെയും കുറ്റപ്പെടുത്താൻ അവർ തയ്യാറായില്ല. കാരണം നമുക്കറിയാം, ചെറിയൊരു കാര്യം മതി ഇതൊരു പക്ഷേ വേറൊരു തരത്തിൽ അല്ലെങ്കിൽ ഒരു ജാതിയുടെ മതത്തിന്റെ ഒക്കെ പേരിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുള്ള സംഭവം കൂടിയാണ്. ഇവർ അത്തരം കാര്യങ്ങളിലേക്കൊന്നും നോക്കാതെ അവരുടെ കാര്യങ്ങൾ കൃത്യമായി ഇയാളെ ജീവിതത്തിൽ വരാനുള്ള ഒരു ശ്രമം, തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. പക്ഷെ അത് സാധിച്ചില്ല. അദ്ദേഹത്തിനെ അറിയിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കർമ്മം ചെയ്യുക, അത് സ്വന്തം മകളുടെ ഒരു സ്ഥാനത്ത് നിന്ന് അവർ ചെയ്യുന്നു. അത് തന്നെയാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. ആ ചിതയ്ക്ക് തീ കൊളുത്തി അത്തരത്തിലുള്ള ഒരു കർമ്മം ചെയ്യുന്നു. സ്വന്തം ഭാര്യമാർ, 2 ഭാര്യമാർ, മക്കൾ, സഹോദരങ്ങൾ, ഇവർക്കാർക്കും ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ചെയ്യാൻ തോന്നാത്ത ഒരു കാര്യം, അത്രത്തോളം മനുഷ്യത്വം മരവിച്ച ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്തായാലും ഇതിൽ മഞ്ചേശ്വരം പോലീസ് കൂടി ഇടപെട്ടിരുന്നു. ആ പോലീസിന്റെ ഭാഗത്തു നിന്നും എന്ത് നടപടി ഇതിലുണ്ടായി എന്നറിയില്ല. കാരണം ശക്തമായ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത്തരത്തിൽ പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന കൃത്യമായ നിയമങ്ങളുണ്ട്. അത്തരം നിയമങ്ങൾ എവിടെ പോയി എന്ന ഒരു ചോദ്യം മാത്രമാണ് ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നത് കേട്ടോ. ഈ മക്കൾ ഓർക്കണം, അവരും പ്രായമാകും. ഒരുപക്ഷെ ഇതിലും വലിയ ദുരനുഭവങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുകയാണ്. നിങ്ങളുടെ മക്കൾ ഇതൊക്കെ കണ്ടാണ് വളരുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം കേട്ടോ. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്
നടി അൻസിബയുടെ രണ്ടാമത്തെ പരാതിയിലും കേസെടുക്കാനാകില്ലെന്ന് പോലീസ്. പരാതിയിൽ കഴമ്പില്ലെന്ന് കടവന്ത്ര CI എറണാകുളം സെൻട്രൽ ACPക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരാൾ പറഞ്ഞു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകില്ല. ശ്വേതാ മേനോൻ, ടിനി ടോം, നീന കുറുപ്പ് അടക്കമുള്ളവരുടെ മൊഴിയെടുത്തിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇതിപ്പോൾ അൻസിബ തുടർച്ചയായി ഇങ്ങനെ പരാതികൾ നൽകുന്നുണ്ട്. അതിൽ കഴമ്പില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തലുകൾ. ഇതിപ്പോൾ ഏത് പരാതിയിലാണ്? അതായത് ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയിലാണോ ഈ റിപ്പോർട്ട് ACPക്ക് സമർപ്പിച്ചിരിക്കുന്നത്? അതെ ടോം, ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയിലാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുക്കാൻ കഴിയില്ല എന്നാണ് തൃക്കാക്കര SIയുടെ കണ്ടെത്തൽ. ഈ റിപ്പോർട്ട് സെൻട്രൽ ACPക്ക് കൈമാറുകയും ചെയ്തു. അൻസിബ മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ളൊരു വെളിപ്പെടുത്തൽ ആദ്യമായി നടത്തിയത്. നടൻ ടിനി ടോമിൽ നിന്നും തനിക്ക് വളരെ മോശം അനുഭവമുണ്ടായി. ടിനി ടോം പലയിടങ്ങളിലും തന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി. പ്രത്യേകിച്ച് താൻ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നു, മതതീവ്രവാദിയാണ്, അങ്ങനെ തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തി. അത് തന്നെ വേദനിപ്പിച്ചു, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തി എന്നതായിരുന്നു അൻസിബയുടെ പരാതി. ഇത് നീന കുറുപ്പ് അടക്കം തന്നോട് പറഞ്ഞിരുന്നു എന്ന് കൂടിയായിരുന്നു അൻസിബ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കടവന്ത്ര പോലീസിന് ഇത് അമ്മ കുടുംബ സംഗമത്തിന്റെ വേദിയിൽ വെച്ച്, അല്ലെങ്കിൽ ആ ഒരു ഇവന്റിൽ വെച്ചാണ് ഇത്തരം സംഭവങ്ങളും സംഭാഷണങ്ങളും ഒക്കെ നടന്നത്. അത് കടവന്ത്രയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു ആ പരിപാടി, അമ്മ കുടുംബ സംഗമം നടന്നത്. അതുകൊണ്ടാണ് കടവന്ത്ര സ്റ്റേഷൻ പരിധിയിലേക്ക് പരാതി വരികയും കടവന്ത്ര പോലീസ് ആദ്യം അൻസിബയുടെ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം ഇതൊരു പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി ടിനി ടോം, നീന കുറുപ്പ്, ശ്വേതാ മേനോൻ എന്നിവരെ വിളിച്ച് മൊഴിയെടുത്തു. ആ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. അൻസിബ പറയുന്നത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളൊരു പരാതിയാണ്. അങ്ങനെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുക്കാൻ കഴിയില്ല എന്ന് SIക്ക് മനസ്സിലാക്കുകയും ഈ റിപ്പോർട്ട് സെൻട്രൽ ACPക്ക് കൈമാറുകയും എന്ന സാഹചര്യവുമായിരുന്നു. എന്തായാലും ടോം, ഇനി ടിനി ടോമിന്റെ ഹർജി കോടതിക്ക് മുന്നിലുണ്ട്. അത് അൻസിബ നൽകിയതാണ്. ഈ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചതായിരുന്നു. ആ ഹർജി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും പോലീസിനോട് അതിന്റെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടും. എന്തായാലും ഈ അന്വേഷണത്തിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പരാതിയിലും കഴമ്പില്ല എന്നൊരു റിപ്പോർട്ടാണ് പോലീസിനുള്ളത്. അത് കോടതിയിൽ സമർപ്പിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഈ കേസ് തന്നെ, അല്ലെങ്കിൽ ഈ പരാതി തന്നെ തള്ളിപ്പോകും. ആദ്യത്തെ പരാതിയും ഇങ്ങനെ തള്ളിപ്പോയതാണ്. അത് ലക്ഷ്മിപ്രിയയ്ക്കും SI രേഷ്മയ്ക്കെതിരെയുമുള്ള ഒരു പരാതിയായിരുന്നു. ആ പരാതിയിലും അൻസിബ SIയിൽ നിന്നുമൊക്കെ മാനസിക സമ്മർദ്ദമുണ്ടായി, ലക്ഷ്മിപ്രിയയിൽ നിന്നുമൊക്കെ വളരെ മോശം അനുഭവം ഉണ്ടായി എന്നൊക്കെ പറയുകയും അതിൽ കേസെടുക്കാത്തതിനെ തുടർന്ന് നേരിട്ട് കോടതിയിൽ പോയി. പക്ഷേ കോടതിയും ഈ കേസിനെ എന്തായാലും അൻസിബ വീണ്ടും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടല്ലോ. ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാ മേനോനും തന്നെ യൂട്യൂബ് ചാനലിലൂടെ അവർ അധിക്ഷേപിച്ചു. ഒരു PR ഏജൻസി വഴിയാണ് ഇതിലുള്ള അധിക്ഷേപ പ്രചാരണങ്ങൾ നടക്കുന്നത് എന്ന് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നല്ലോ അൻസിബ വീണ്ടും പുതിയ പരാതിയുമായി സമീപിച്ചിട്ടുള്ളത്. അതോടൊപ്പം നിയമപോരാട്ടം തുടരുന്നുണ്ട്. തനിക്ക് പോലീസിൽ നിന്നും നീതി കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഇത് കോടതിയെ സമീപിക്കുമെന്ന് അൻസിബ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ ഈ പുതിയ റിപ്പോർട്ടും തിരിച്ചടിയായ സാഹചര്യത്തിൽ അൻസിബയുടെ തുടർ നീക്കം എന്താണെന്ന് അറിയാമോ? അൻസിബ ഇപ്പോൾ മൂന്നാമത്തെ പരാതിയാണ് നൽകിയിരിക്കുന്നത്. അതിലും പ്രതിസ്ഥാനത്തുള്ളത് ലക്ഷ്മിപ്രിയയാണ്. ഒറ്റൊന്ന് ശ്വേതാ മേനോൻ, ഒപ്പം ഈ യൂട്യൂബ് ചാനൽ ഉടമയായിട്ടുള്ള, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഒരു ഇന്റർവ്യൂവിനിടയിലാണ് ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ മോശം പരാമർശം നടത്തിയത്. ആ ഇന്റർവ്യൂ എടുത്ത സുകുമാരൻ എന്നീ 3 പേർക്കെതിരെയാണ് പാലാരിവട്ടം പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. പോലീസും എന്തായാലും ഇതിലൊരു പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുന്നത്. അതിന്റെ ഒരു പ്രാഥമിക അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇതിൽ അൻസിബ പറയുന്ന പ്രധാന പരാതി തന്നെ മോശമാകുന്ന രീതിയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം നടി ലക്ഷ്മിപ്രിയ ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അത് തന്റെ സുഹൃത്തുക്കളെയും തന്നെയും വെച്ച് വളരെ മോശമായ രീതിയിൽ പറയുന്നുണ്ട്. തന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലേക്കാണ് ആ ഇന്റർവ്യൂ എന്നാണ് അൻസിബ പറഞ്ഞത്. ആ ഇന്റർവ്യൂ പുറത്തിറങ്ങിയിട്ടില്ല, അതിനൊരു ടീസർ മാത്രമാണ് പുറത്തിറങ്ങിയത്. ആ ടീസർ കൂടി ചേർത്തുകൊണ്ടാണ് അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ പിന്നിൽ ഈ ഒരു തനിക്കെതിരായിട്ടുള്ള ആക്രമണത്തിന് പിന്നിൽ ശ്വേതാ മേനോന്റെ ഗൂഢാലോചനയുണ്ട് എന്ന് കൂടിയാണ് അൻസിബ പറയുന്നത്. പ്രത്യേകിച്ച് ശ്വേതാ മേനോൻ തിരുവനന്തപുരത്തുള്ള ഒരു PR ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്കെതിരെ തന്നെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള PR വർക്ക് നടത്തുന്നു എന്നുകൂടി അൻസിബ ഈ പരാതിയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും പാലാരിവട്ടം പോലീസിന് ഇന്നലെ നൽകിയ പരാതിയിൽ പോലീസ് തുടർ നടപടികൾ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല.
പകരം ഇതിനൊരു പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് കേട്ടോ. യെസ്, എന്തായാലും അൻസിബ നീതി പോരാട്ടം തുടരുകയാണ്. ഇത് പോലീസിന് വലിയ തലവേദനയായിരിക്കുകയാണ്. ഈ സിനിമാ മേഖലയിലെ പ്രശ്നം, അമ്മയിലെ താരങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നം പോലീസിന് വലിയ തലവേദനയായിരിക്കുകയാണ്. ഇനി ഇത് ഏത് രീതിയിലൊരു പരിഹാരം ഈ പ്രശ്നത്തിൽ ഉണ്ടാകും എന്നതാണ് അറിയേണ്ടത്. അമ്മയുടെ പുതിയ നേതൃത്വമൊക്കെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അഡ്ഹോക് കമ്മിറ്റിയൊക്കെ ഈ വിഷയം. കൊച്ചിയിൽ 3.5 വയസ്സുകാരി അംഗനവാടിയിൽ ലൈംഗിക അതിക്രമം നേരിട്ട സംഭവത്തിൽ മന്ത്രിയുടെ ഇടപെടൽ. സംസ്ഥാനത്തുടനീളം അംഗനവാടികൾക്ക് പുതിയൊരു മാനദണ്ഡം രൂപീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. അംഗനവാടികൾക്കുള്ളിലേക്ക് ആളുകളെ കയറ്റിവിടുന്നതിന് കർശന നിയന്ത്രണമുണ്ടാകും. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ലഭ്യമായിട്ടില്ല. റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആ സംഭവം നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അംഗൻവാടിയിൽ കുഞ്ഞുങ്ങൾ ഏറ്റവും സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്ന ഇടത്ത് പുറത്തുനിന്ന് ആൾ, ഇപ്പം ജീവനക്കാരുടെ കുടുംബാംഗങ്ങളായാലും പുറത്തുനിന്ന് ആളുകൾ കയറിയത് അങ്ങേയറ്റം ആശങ്കാജനകമായതുകൊണ്ട് തന്നെ സംസ്ഥാനത്തുടനീളം എല്ലാ അംഗൻവാടികളും ഇത് സംബന്ധിച്ച് സാഹചര്യങ്ങൾ സംബന്ധിച്ചും പുറത്തുനിന്ന് ആളെ കയറ്റാതിരിക്കാനുള്ള റിപ്പോർട്ട് തേടി അത് കുറച്ചുകൂടി കോംപ്രിഹെൻസീവായിട്ട് റിപ്പോർട്ട് ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നോക്കി ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് എത്തിയിട്ടില്ല. എത്തിയാലുടൻ മറ്റ് കാര്യങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കും. മാനദണ്ഡങ്ങളും മറ്റ് നടപടിക്രമങ്ങൾ കൂടി സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടുള്ള ഉത്തരവുകൾ ഉണ്ടാവും. അതെ, തീർച്ചയായും ഈ കാര്യങ്ങൾ നമ്മുടെ ഇപ്പോൾ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള, അതിന് മുമ്പുള്ള കാര്യങ്ങളുണ്ട്, അതിന് ശേഷമുള്ള സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ട് സമഗ്രമായൊരു നടപടിക്രമങ്ങൾ ഉണ്ടാകും. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഏറെ ഞെട്ടലുളവാക്കിയ ഒരു സംഭവമായിരുന്നു കൊച്ചിയിൽ ഒരു 3.5 വയസ്സുകാരിക്ക് നേരെ ഉണ്ടായ ദുരനുഭവം. അതും ഒരു അംഗനവാടിയിൽ വെച്ച്, അംഗനവാടിയിലെ ജീവനക്കാരുടെ മകൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു ലൈംഗിക അതിക്രമം ഉണ്ടായത്. സംഭവത്തിൽ എന്തായാലും സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കർശനമായ നിയന്ത്രണങ്ങൾ അംഗനവാടികളിൽ ഉണ്ടാകും എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏത് രീതിയിലുള്ള ഒരു നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്? ഈ അങ്കണവാടി ജീവനക്കാർ അതിൽ അവിടേക്ക് കടന്നു വരാവുന്നവർ എന്ന രീതിയിലേക്ക് അതിനെ തരംതിരിക്കുക എന്നതാണ്. കാരണം രക്ഷിതാക്കൾ വന്ന് പോകുന്നവരുണ്ട്, പക്ഷെ അവിടെ തങ്ങുന്നവർ അല്ലെങ്കിൽ ഈ അങ്കണവാടി ജീവനക്കാർക്കപ്പുറം അവിടെ നിൽക്കാവുന്നവർ ആരൊക്കെയാണ് എന്നത് സംബന്ധിയായ കാര്യങ്ങളിലൊരു തീർപ്പ് അതിനകത്ത് തന്നെ ഉണ്ടാവണം. അനധികൃതമായി ആരും അവിടെ തങ്ങരുത്. ഈ കുട്ടികളെ പരിപാലിക്കാനായിട്ട് പ്രത്യേക ട്രെയിൻ ലഭിച്ച പരിശീലനം ലഭിച്ച ആളുകൾ തന്നെയാണ് അവിടെ വേണ്ടത്. അല്ലാതെ മറ്റാരും തന്നെ ഇവരെ ഈ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടാത്ത ആരും അവിടെ ഉണ്ടാകരുത്. അത് അനധികൃതമായിട്ട് തന്നെ കാണും. പല അങ്കണവാടികളിലും ആ രീതിയിൽ ഇവരെ പ്രാദേശികമായി ചിലരെ അവിടെ ഉൾപ്പെടുത്താറുണ്ട്. ചിലപ്പോൾ സഹായത്തിന് വേണ്ടി വരുന്നവരുണ്ട്. പക്ഷെ അത് ഇനി മുതൽ നടപ്പാകില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇതുപോലുള്ള ഈ സംഭവങ്ങൾക്കെല്ലാം തന്നെ അത് കാരണമാകുന്നു എന്നതാണ്. അപ്പോൾ ഇതിനൊരു പെരുമാറ്റച്ചട്ടം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അങ്കണവാടിയിൽ വളരെ തീരെ ചെറിയ കുട്ടികളെല്ലാം തന്നെയാണ് ഇവിടേക്ക് എത്തിച്ചേരുന്ന അമ്മമാർ, മാതാപിതാക്കൾ ഇവരാക്കിയിട്ട് തിരിച്ചു പോരുമ്പോൾ അവർക്കൊരു ധൈര്യം അവിടെ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. കാരണം ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം ചോദ്യങ്ങൾ വരുന്നുണ്ട്. കാരണം എന്തുകൊണ്ടെങ്കിലും സംഭവിക്കുന്നത്, ഇതൊന്നും നോക്കാൻ ആരുമില്ലേ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിലൊരു മാനദണ്ഡം ഇവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് മന്ത്രി ഉറപ്പ് നൽകുന്നത്. ഇവിടെ സംഭവിച്ചത് വലിയൊരു വീഴ്ചയാണ് കൊച്ചിയിൽ സംഭവിച്ചത്. അപ്പോൾ അത്തരം വീഴ്ചകൾ ഉണ്ടാകാൻ ഇനി പാടില്ല, അത് അനുവദിക്കുകയില്ല എന്നതാണ് മന്ത്രി പറയുന്നത്. ഇവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു റിപ്പോർട്ട് ലഭിക്കണം എന്ന് പറയുന്നു. ഇതുവരെ ആ റിപ്പോർട്ട് തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ഇടങ്ങൾ എന്തൊക്കെയാണ്, ഇവിടെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഏതെല്ലാം രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണം, മറ്റ് അപരിചിതരെ, കാരണം ഇവിടേക്ക് ഈ ലിസ്റ്റിൽപ്പെടാത്ത അവിടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലപ്പെട്ടവർ അല്ലാത്തവരെല്ലാം ആ രീതിയിൽ തന്നെ കാണേണ്ടി വരും. അവിടേക്ക് അവരുടെ പ്രവേശനമെല്ലാം തന്നെ നിയന്ത്രിക്കുകയും ചെയ്യും. അവിടെ കൂടുതൽ സമയം അവിടെ തങ്ങാനായിട്ട് അനുവദിക്കുകയില്ല. അങ്ങനെ കർശന നിയന്ത്രണങ്ങളും എല്ലാം തന്നെ വരും. പ്രത്യേകിച്ച് ഇവിടേക്ക് നിയോഗിക്കപ്പെടാത്ത ചുമതലപ്പെടാത്ത ആളുകൾ ഇവിടേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവന്ന ഒരു ഉറപ്പ് നൽകാൻ തന്നെയാണ് ഈ രീതിയിൽ ഒരു പരിഷ്കരണം എന്ന രീതിയിൽ ആലോചിക്കുന്നത്. വൈകാതെ അത്തരം റിപ്പോർട്ടുകൾ ലഭിച്ചതിന് ശേഷം നടപടികളിലേക്ക് കടക്കുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, കൊച്ചിയിലുണ്ടായ സംഭവം അംഗനവാടി ജീവനക്കാരിയുടെ
മകൻ്റെ ഭാഗത്തു നിന്നാണ് ഈ രീതിയിലുള്ളൊരു സമീപനം ഒരു ചെറിയ കുട്ടിക്ക് നേരിടേണ്ടി വന്നത്. അത് വലിയ തീർച്ചയായും ഡാനി, എന്തായാലും ആ മകനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തു. ജീവനക്കാരിക്കെതിരെ വകുപ്പ് തല നടപടിയും ഉണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറം ഈ അമ്മയ്ക്ക് ഈ കേസിൽ പങ്കുണ്ടാവും അല്ലെങ്കിൽ അറിവുണ്ടായിരുന്നു? അതായത് ഈ മകൻ ഈ രീതിയിൽ ലഹരിക്ക് അടിമയാണെന്നറിയാം, ഈ രീതിയിൽ കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന അറിവുണ്ടായിട്ടും അത് മറച്ചു വെച്ചിരുന്നോ? ആ വിഷയത്തിൽ പോലീസിന്റെ കണ്ടെത്തൽ എന്താണ്? നിലവിൽ അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിവില്ലായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിന്റെ ഒരു ആദ്യഘട്ട അന്വേഷണത്തിന്റെ പരിശോധനയിലെല്ലാം തന്നെ അത് തന്നെയാണ് വ്യക്തമാകുന്നത്. മകന് ഈ ലഹരി ഉപയോഗിക്കുന്ന ശീലങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മാറി വരികയായിരുന്നു എന്നതെല്ലാമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇതെല്ലാം തന്നെ. അവിടേക്ക് കുട്ടികളുടെ സമീപം എല്ലാം തന്നെ അതിനൊരു മാറ്റമാകുമെന്ന് അവർ കരുതുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷെ നേരെ വിപരീതമാണ് കാര്യങ്ങൾ സംഭവിച്ചത്. പക്ഷെ അവിടെ നടക്കുന്നത് എന്ത് എന്ന് അവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അങ്കണവാടിയിലെ മറ്റു ജീവനക്കാരാകട്ടെ ഇതാ ജീവനക്കാരുടെ മകൻ എന്ന രീതിയിലുള്ളൊരു പരിഗണന അവർ നൽകുകയും ചെയ്തിരുന്നു. അത് വലിയ വീഴ്ചയായിട്ട് തന്നെയാണ് കാണുന്നത്. യാതൊരു രീതിയിലും അതിനോട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു ആളെന്നെല്ലാം തന്നെ പറയുമ്പോൾ ലഹരി ഉപയോഗം ശീലമാക്കിയ ഒരാളെല്ലാം അവിടെ പരിചയക്കാരനെ പോലെ അവിടെ എത്തുമ്പോൾ കുട്ടികളുടെ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു തീരുമാനം, അവരൊരു സുരക്ഷിതത്വം സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം വലിയ വീഴ്ചയിലേക്കെല്ലാം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അമ്മയ്ക്ക് ഇയാളുടെ ഈ പ്രതിയുടെ അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യമായ വിവരങ്ങളില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മകൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നതൊഴിച്ചാൽ, അതായത് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് അവർ പറയുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇല്ല, അംഗനവാടിയിൽ നല്ല രീതിയിൽ പെരുമാറുന്നു എന്നെല്ലാമാണ് അവർ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. അവർക്ക് വലിയ വിവരങ്ങൾ ഇത് സംബന്ധിയായ കാര്യങ്ങളിലില്ല എന്ന് പറയുന്നത്. ഏതായാലും അവർക്കെതിരെ വകുപ്പ് തല നടപടികൾ കടന്നിരിക്കുന്നു. ഇയാളിപ്പോഴും റിമാൻഡിൽ കഴിയുകയാണ് കേട്ടോ. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വിഷയത്തിൽ കൊച്ചിയിൽ അംഗനവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗിക പീഡനത്തിന് ഇരയായ സംഭവത്തിന് തൊട്ട് പിന്നാലെ ചില മാനദണ്ഡങ്ങൾ ഈ അംഗനവാടി കേന്ദ്രീകരിച്ച് നടപ്പാക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് പുറമേ നിന്ന് ആളുകൾ അംഗനവാടി പ്രവേശിക്കുമ്പോൾ അതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിക്കും. കർശനമായ ഇടപെടലുകളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇനി മലപ്പുറത്ത് കളഞ്ഞു കിട്ടിയ സ്വർണ്ണം ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണാതായ കേസിലേക്കാണ്. കളഞ്ഞു കിട്ടിയ സ്വർണ്ണം നാട്ടുകാരാണ് പോലീസിൽ ഏൽപ്പിച്ചത്. ഏതാണ്ട് 10 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് മലപ്പുറം കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കാണാതായത്. 2018 മുൻപ് നാട്ടുകാർ കൈമാറിയ സ്വർണ്ണമാല, ബ്രേസ്ലെറ്റ്, 2024 ഒക്ടോബറിൽ കിട്ടിയ 2 കമ്മൽ, ഒരു മോതിരം, 2 മാല എന്നിവയാണ് കാണാതായത്. വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കളഞ്ഞു കിട്ടിയ ആഭരണവും കൂട്ടത്തിലുണ്ട്. 2026 ഫെബ്രുവരിയിൽ കാണാതായ വിവരം രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി TV അനുമോദ് ചേരുന്നു മലപ്പുറത്ത് നിന്ന്. അനുമോദ്, നമുക്ക് ഈ കരിപ്പൂർ പോലീസിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഇടപെടലുകളൊക്കെ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയതാണ്. കാരണം വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റംസിൻ്റെ കണ്ണ് വെട്ടിച്ച് അല്ലെങ്കിൽ കസ്റ്റംസിൻ്റെ അറിവോടുകൂടി തന്നെ കടത്തിക്കൊണ്ടുവന്ന സ്വർണം പുറത്ത് പോലീസിൻ്റെ കൃത്യമായ ഇടപെടലിലൂടെ, പരിശോധനയിലൂടെ അത് പിടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പലപ്പോഴും കസ്റ്റംസ് ചെയ്യേണ്ട പണി പോലീസ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ അതിനപ്പുറം വലിയ രീതിയിലുള്ളൊരു ആരോപണം കൂടി കരിപ്പൂർ പോലീസിന് ഉയർന്നു വരുന്നുണ്ടല്ലോ. കളഞ്ഞു കിട്ടിയ സ്വർണം പോലീസ് സ്റ്റേഷനിൽ നിന്നും കാണാതാകുന്നു. അതെങ്ങനെ നഷ്ടപ്പെട്ടു എന്നാണ് വിവരം. പോലീസ് ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടിയാണോ ഈ രീതിയിൽ സ്വർണം കാണാതായിരിക്കുന്നത്? എന്താണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്? ടോം, സാധാരണ സ്വർണ്ണക്കടത്ത് പിടികൂടിയതിൻ്റെ പിന്നാലെയാണ് കരിപ്പൂർ പോലീസും പോലീസ് സ്റ്റേഷനും ഒക്കെ വാർത്തയാകുന്നെങ്കിൽ ഇന്ന് സ്വർണ്ണ മോഷണത്തിൻ്റെ പേരിലാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യമുള്ളത്. 2018 മുതൽ ഈ വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് കാണാതെ പോയതും കളഞ്ഞു കിട്ടിയതുമായിട്ടുള്ള ഉടമസ്ഥരെ കാത്തിരിക്കുന്ന സ്വർണം, അതൊരു 10 പവനോളം വരുമത്, അതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാതായിരിക്കുന്നത്. സാധാരണ ഈ ഒരു SHOക്കാണ് ഇതിൻ്റെ ചുമതല. അതായത് പോലീസ് സ്റ്റേഷൻ്റെയും അവിടെയുള്ള ഉരുപ്പടികളുടെയും അവിടെയുള്ള വസ്തുക്കളെയൊക്കെ ഉത്തരവാദിത്വവും അതിൻ്റെ ചുമതലയൊക്കെ SHOക്കാണ്. അപ്പോൾ ഈ SHOയുടെ അറിവോടെയാണ്
ഈ വസ്തുവകകൾ 10 പവൻ സ്വർണം കാണാതെ പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. 2026 ഫെബ്രുവരിയിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ആദ്യം കൈമാറിയിരുന്നു. ഇപ്പോൾ SP-യുടെ നിർദ്ദേശപ്രകാരം ASP-യും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായി, അതായത് കരിപ്പൂരിലെ പോലീസ് സ്റ്റേഷൻ്റെ SHO ആയിരുന്ന വ്യക്തിക്കെതിരായിട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥൻ മുൻപ് ലഹരി മാഫിയകളുമായി ബന്ധമുണ്ട് എന്ന ആരോപണം നേരിട്ട ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സേനയ്ക്ക് തന്നെ നാണക്കേടാവുന്ന തരത്തിലേക്കുള്ള ഒരു മോഷണം കൂടി ഇവിടെ നടന്ന സാഹചര്യത്തിൽ കർശന നടപടികൾ ഇയാൾക്കെതിരെ ഉണ്ടാകുമെന്ന തരത്തിലേക്ക് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത്. ഇതുതന്നെയാണെങ്കിലും ഈ സ്വർണം അത് ആർക്കെങ്കിലും ആരുടെങ്കിലൊക്കെ ആയിരിക്കും. അവരൊക്കെ എന്തെങ്കിലും തിരിച്ചെത്തി അടയാളങ്ങൾ കാണിച്ചാൽ, അതായത് ഈ സ്വർണം തിരിച്ചറിഞ്ഞാൽ അവർക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. അതാണ് മറ്റൊരാളുടെ വസ്തുവായിട്ടുള്ളത്. ഈ പോലീസ് തന്നെ, എല്ലാവരുടെയും ജീവനും സ്വത്തിനും കാവൽക്കാരായി നിൽക്കുന്ന പോലീസ് തന്നെ അത്തരത്തിലൊരു മോഷണം നടത്തിയെന്നുള്ള കാണിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നത്. എന്താണെങ്കിലും SP-യുടെ നിർദ്ദേശപ്രകാരം ASP ഇത് സംബന്ധിച്ച് റിപ്പോർട്ട്. തീർച്ചയായും അത് സേനയ്ക്ക് തന്നെ വലിയ നാണക്കേടാണ്. അനുമോദ്, ഇത് പല കാലയളവിലായി കിട്ടിയിട്ടുള്ള സ്വർണമാണ്. ഇത് ഏത് കാലഘട്ടത്തിലാണ് ഈ സ്വർണം നഷ്ടപ്പെട്ടതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? 2018 മുതൽ എന്നാണ് പറയുന്നത്. 2018 മുതൽ 2024 വരെയുള്ള പല കാലയളവിലായിട്ടാണ് ഈ സ്വർണം വിമാനത്താവള പരിസരത്തു നിന്നും അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വീണ് കിട്ടി. അതിൽ കമ്മലുണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്, ചെറിയ മാലയുണ്ട്, വളയുണ്ട്. അങ്ങനെ ഒരു പലവരുടെയും സമ്പാദ്യമായിട്ടുള്ള ഏകദേശം ഒരു 10 ലക്ഷം രൂപയിലധികം മൂല്യമുള്ള വസ്തുവകകളാണ്, ഈ സ്വർണ്ണ ഉൾപ്പെടെകളാണ് ഇപ്പോൾ ഇവിടുന്ന് കാണാതായിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് തിരിച്ചു വയ്ക്കാനുള്ള ശ്രമമൊക്കെ ഒരു ഭാഗത്ത് ഈ കേസിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നടന്നെങ്കിൽ പോലും കൃത്യമായിട്ട് പോലീസിൻ്റെ ഭാഗത്ത് തന്നെ ഇതിൽ ഒരു അന്വേഷണം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ പോലീസിന് ആകെ നാണക്കേടുണ്ടാക്കിയ ഈ ഒരു സംഭവത്തിൽ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഇതിന് ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമോ എന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ടത്. പോലീസിന് പൊതുവെ ചീത്തപ്പേരുണ്ടാക്കിയ ഒരു സംഭവമായതുകൊണ്ട് തന്നെ അതിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ടോം. യെസ്, എന്തായാലും രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് ആർക്ക് നേരെയാണ് ഈ ആരോപണം ഉയരുന്നത്? നമുക്ക് ആ ഉദ്യോഗസ്ഥൻ്റെ പേര് പോലീസിൻ്റെ റിപ്പോർട്ട് പുറത്തു വരാത്ത സാഹചര്യത്തിൽ പറയാൻ കഴിയുകയില്ല. കാരണം ഇത് നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. പക്ഷേ ഉദ്യോഗസ്ഥൻ്റെ പേര് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ രേഖകളോട് നമ്മൾ കാണിക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ആ പേര് നമുക്ക് പറയാൻ ഇപ്പോൾ നിർവാഹമില്ല. ഒരുപക്ഷെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ, അതായത് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ടിൻ്റെ പകർപ്പ് നമുക്ക് ലഭിച്ചാൽ മാത്രമാണ് ആ പേരിലേക്ക് നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ. നമുക്ക് മനസ്സിലായ വിവരങ്ങൾ വെച്ച് കഴിഞ്ഞ വർഷം അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ്. അയാൾക്കെതിരെ ഈ ഒരു ലഹരി മാഫിയകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിലൊക്കെ ആരോപണം അയാൾക്കെതിരെ ഉയർന്നിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് ചില ആരോപണങ്ങൾക്ക് വിധേയനാകുന്നൊരു ഉദ്യോഗസ്ഥനാണ് എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ തുറന്നു പറയാൻ കഴിയുക. എന്നാണെങ്കിലും അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് പൊതു സമക്ഷം കാണിക്കാൻ കഴിയുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ മാത്രമേ ആ ഉദ്യോഗസ്ഥൻ്റെ പേരിലേക്ക് നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ മറ്റൊരു തലങ്ങളിൽ നിന്ന് വരേണ്ടതുമുണ്ട്. കേട്ടോ. യെസ്, വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കരിപ്പൂർ പോലീസിനെ സംബന്ധിച്ച് ഏറെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടി അല്ലാതെ ഈ സ്വർണം നഷ്ടപ്പെടില്ല എന്ന് തന്നെയാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിലുള്ളത്. ഇതാരൊക്കെയായിരിക്കും ഈ പ്രതിപട്ടികയിലേക്ക് വരിക? വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്ത SIT തിങ്കളാഴ്ച അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ് ചോദ്യം ചെയ്യൽ. 2025 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിൽ ചോദ്യം ചെയ്യൽ നടന്നു. പോലീസ് ആസ്ഥാനത്ത് വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ADGP H. വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ 8 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടെന്നാണ് വിവരം. ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ, ഈ പോറ്റിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് SIT വീണ്ടും ചോദിച്ചറിഞ്ഞത്? തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്നതിനിടയിലാണ് വിശദമായ ചോദ്യം ചെയ്യൽ. 8 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യൽ പോലീസ് ആസ്ഥാനത്ത് വെച്ച് ഇന്നലെ രാവിലെ മുതൽ നടന്നത്. ക്രൈംബ്രാഞ്ച് മേധാവിയും SITയുടെ അന്വേഷണത്തിന്
മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥനുമായ ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഈ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി 2025 ഈ സ്വർണ്ണപ്പാളികൾ അവസാനമായി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിലെ ചില ദുരൂഹങ്ങളടക്കം ചോദ്യം ചെയ്യലിൽ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് കൂടി വ്യക്തമായ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. കാരണം ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് ഈ റിപ്പോർട്ട് എത്തുമ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് പഴുതടച്ച രീതിയിലുള്ള വിവരങ്ങൾ അന്വേഷണ റിപ്പോർട്ടിലടക്കം കൈമാറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ നടപടിക്രമങ്ങളെ സാധൂകരിക്കുന്നതിന്റെ ഭാഗമായി അവസാനമായി ചില സംശയങ്ങൾ കൂടി ദൂരീകരിക്കുന്നതിന് വേണ്ടി കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നത്. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും സമഗ്രമായ റിപ്പോർട്ട് SIT അടുത്ത ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. ഈ കേസുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ആരോപണങ്ങൾ നമുക്കറിയാം. SITയുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിരുന്നു. അതിലെ രാഷ്ട്രീയ ഇടപെടലുകളെ കുറിച്ചുള്ള അന്വേഷണം, അതോടൊപ്പം ഇതിന് പിന്നിലെ ഗൂഢാലോചന പത്മകുമാർ മാത്രമാണോ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, അതിനും അപ്പുറത്തേക്ക് ആരെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണമാണ് നടന്നത്. അങ്ങനെയെങ്കിൽ SIT കൊടുക്കുന്ന റിപ്പോർട്ടിൽ നിർണായകമായ ചില വിവരങ്ങൾ ഉണ്ടായേക്കാം. അതിൽ പത്മകുമാറിന് അപ്പുറത്തേക്ക് അന്വേഷണം ഇനിയും ആവശ്യമുണ്ട് എന്ന തരത്തിലുള്ള ഏതെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായാൽ അത് രാഷ്ട്രീയമായി ഉണ്ടാക്കാൻ പോകുന്ന കോളിളക്കങ്ങൾ ചെറുതായിരിക്കില്ല. എന്തായാലും തിങ്കളാഴ്ചയാകും ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് SIT കോടതിയിൽ സമർപ്പിക്കുക. തീർച്ചയായും ഡാൻ, നമുക്കറിയാം ഇതിനു മുൻപ് SIT കേസുമായി ബന്ധപ്പെട്ട് കേസ് ഉയർന്നു വരുന്നത് തന്നെ ഇടത് സർക്കാരിൻ്റെ കാലത്താണ്. അന്ന് ഇടതുപക്ഷത്തെ CPM-ന്റെ തന്നെ പല പ്രമുഖരുടെ പേരുകളും ഉയർന്നു വന്നിരുന്നു. പലരും ആരോപണ നിഴലായിട്ടുള്ളവരാണ്. പക്ഷേ അന്നൊക്കെ ഈ ആഭ്യന്തര വകുപ്പ് നമുക്കറിയാം ആരുടെ കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പല ഉന്നതരിലേക്കും അന്വേഷണം എത്തിയിരുന്നില്ല. പത്മകുമാർ അല്ലാതെ മറ്റാരും പ്രതിപട്ടികയിലേക്ക് വന്നുമില്ല. ഈ CPM നേതാക്കളുടെ ഒരു പട്ടിക എടുത്തു നോക്കിയാൽ ഏതാനും ചില ആളുകൾ മാത്രമാണ് പ്രതിപട്ടികയിലേക്ക് വന്നത്. പക്ഷേ എന്തായാലും ഈ അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള നീക്കം SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? ഇനി ചോദ്യം ചെയ്യലിനൊക്കെ ഉള്ള സമയം ഉണ്ടായെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് അത് നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ശശിധരൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ടായിരിക്കും ഈ റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് തന്നെ ഈ അവസാനപ്പെട്ട ചില ഭേദഗതികൾ കൂടി അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് ഇതിലെ ഇത്രയധികം 2 തവണ സാവകാശം നീട്ടി ചോദിച്ചിരുന്നു. അന്വേഷണം അവസാനിപ്പിക്കുന്നതിനുള്ള സമയപരിധി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2 തവണ കോടതിയെ സമീപിച്ചപ്പോഴും അന്വേഷണ സംഘത്തിന് അനുകൂലമായ തീരുമാനമാണ് ഹൈക്കോടതി എടുത്തത്. അതുകൊണ്ട് തന്നെ ഇത്രയും സാവകാശം നൽകി വിശദമായ ഒരു അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അത് പഴുതടച്ച് ആ റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് പറയുന്നത് SITയെ സംബന്ധിച്ചും അവർക്ക് മുമ്പിലും അതൊരു അനിവാര്യത തന്നെയായിരുന്നു. ഒരുപാട് വെല്ലുവിളികൾ, ഒരുപാട് സമ്മർദ്ദങ്ങളൊക്കെ അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അവർക്കും ഉണ്ടായതായാണ് ഉദ്യോഗസ്ഥർ തന്നെ പല അവസരങ്ങളിലും അനൌദ്യോഗികമായി വ്യക്തമാക്കിയത്. അങ്ങനെ സമഗ്രമായി നടത്തിയ ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അടുത്ത ദിവസം കോടതിയിലേക്ക് എത്തുമ്പോൾ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തെളിവുകൾ അടക്കം അനിവാര്യമായി മാറും. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ നൽകിയ മൊഴി സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കൂടി ശേഖരിച്ചതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്തിമഘട്ട റിപ്പോർട്ട് SIT സമർപ്പിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ സംഭവങ്ങളുടെ ആസൂത്രണത്തിൽ പത്മകുമാർ മാത്രമാണോ പങ്കാളി, അതോ പത്മകുമാറിന് അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ അതിൽ ആരോപിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ, അത്തരം പരാമർശങ്ങൾ അന്തിമ റിപ്പോർട്ടിൽ ഉണ്ടായാൽ കോടതി അതിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമായി മാറും. അത് രാഷ്ട്രീയമായി ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങളും ചെറുതായിരിക്കില്ല. തീർച്ചയായും അതാണ് വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിച്ചൊരു കേസ് കൂടിയാണ്. ഡാൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും തെളിവുകൾ ശേഖരിക്കാൻ SIT കഴിഞ്ഞിട്ടുണ്ടോ? എത്ര അളവ് സ്വർണം ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ? നമുക്കത് സംബന്ധിച്ച് കുറച്ചുകൂടി രക്ഷപ്പെടേണ്ടതുണ്ട്. പക്ഷെ തെളിവുകൾ പരമാവധി ശേഖരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം നിലവിൽ നൽകുന്ന സൂചനകൾ. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ, പത്മകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ, അതോടൊപ്പം മരണപ്പെട്ട മുരാരി ബാബുവിനെ അടക്കം ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ
സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ടൊക്കെ വിശദമായ അന്വേഷണം നടന്നിരുന്നു. അങ്ങനെ ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പിന്നീട് കണ്ടെത്തിയതോടെയാണ് വിശദമായ അന്വേഷണത്തിനായി ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച തെളിവുകളുടെ പുറമെ വിശദമായ അന്വേഷണത്തിന് കൂടുതൽ സമയപരിധി വേണമെന്ന ആവശ്യം അന്വേഷണ സംഘം തന്നെ കോടതിക്ക് മുമ്പിൽ വെക്കുകയും കോടതി അത് ശരിവെക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനുശേഷമാണ് വിശദമായ അന്വേഷണം നടന്നത്. അതിന്റെ ഒടുവിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് അടുത്ത ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇനി കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ SIT കണ്ടെത്തേണ്ടതുണ്ടോ? അത്തരം സൂചനകളൊന്നും ഒക്കെ ലഭിച്ചിട്ടില്ല. കാരണം ഇനി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു ദിവസം മാത്രമാണ് ബാക്കിയാകുന്നത്. അതിനകത്ത് ഇനി കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ശേഖരിക്കുമെന്ന കാര്യം അറിയില്ല. കാരണം ഇത് വളരെ സെൻസേഷണലായ കേസാണ്. മാധ്യമങ്ങൾക്ക് പോലും ചോരരുത് എന്ന കർശനമായ നിർദ്ദേശം ഹൈക്കോടതി നൽകിക്കൊണ്ടാണ് SITയെ ഇതിന്റെ അന്വേഷണം ഏൽപ്പിച്ചത്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത് പത്മകുമാറിൽ ഒതുങ്ങാത്ത തരത്തിലുള്ള ഏതെങ്കിലും പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടായാൽ അത് സംസ്ഥാനത്ത് അത് രാഷ്ട്രീയ തലത്തിലടക്കം ഉണ്ടാകാൻ പോകുന്ന ചലനങ്ങൾ ചെറുതായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഡാൻ സൂചിപ്പിച്ചതനുസരിച്ച് ഈ പത്മകുമാറിൻ്റെ മൊഴികളിൽ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളിൽ പത്മകുമാറിനെ കൂടാതെ മറ്റാരുടെയെങ്കിലും ഉന്നതരുടെ പേരുണ്ടെങ്കിൽ, അത് ആ റിപ്പോർട്ടിലുണ്ടെങ്കിൽ അത് പക്ഷേ വലിയ കോളിളക്കം സൃഷ്ടിച്ചേക്കാം. CPM-നെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായ വലിയ തിരിച്ചടി ഉണ്ടാകാം, വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങിയേക്കാം. എന്തായാലും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നത്. 2025-ൽ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിലെ വിവരങ്ങളടക്കമാണ് പോറ്റിയിൽ നിന്നും SIT ചോദിച്ചറിഞ്ഞത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.